ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഞാൻ എന്തിനാണ് ഈ ഒരുങ്ങുന്നതെന്നറിയാമോ? ഒരു സർപ്രൈസ് 60th ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പോകാനാണ്. അതായത് നമ്മുടെ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഷഷ്ടി പൂർത്തി. ഈ ഉടുപ്പായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത് ഇടാനായിട്ട്. എന്റെ കണ്ടന്റിന് ഒന്നുകൂടെ ബ്ലാക്ക് ഉണ്ടോ? പച്ചയാണോ? ഡാഡാക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് ഉണ്ട്, പക്ഷെ വേറൊരു ഓറഞ്ച് ഇല്ല. അത് കോൺട്രാസ്റ്റ് മതി. അതൊക്കെയാണ് കണ്ടന്റ്. എൻ്റെ പാരൻസിൻ്റെ ഉടുപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പച്ചയും ഓറഞ്ചുമായിട്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് ഈ പറയുന്ന ന്യൂജേഴ്സി. സോ ഞങ്ങൾ ന്യൂജേഴ്സിയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും വീട്ടിൽ പോയി അവരുമായിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ കണ്ടോടെ ഓടി വരുന്ന ഓരോ കുട്ടി, സോ സ്വീറ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ യാത്ര തുടങ്ങി. അവിടെ നിന്നൊരു 1/2 hour ഉണ്ട് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്. ഇത് അങ്കിളുടെ വൈഫാണ്. ഓൺ ദ വേ ഒരു കിടിലൻ കാഴ്ച കണ്ടു ടു ദ ലെഫ്റ്റ്, ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ. ഇത്രയും തിക്കായിട്ടും ഇത്രയും ഒരു ബിഗ് റെയിൻബോ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്സ് പ്രോമിസ് ടു നോട്ട് ടു ഡിസ്ട്രോയ് ദിസ് വേൾഡ് അഗെയിൻ വിത്ത് വാട്ടർ. സോ ഫൈനലി ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. അത് അവരുടെ സ്വന്തം റെസ്റ്റോറൻ്റാണ്. അവിടെ അടിപൊളിയായിട്ട് ഇതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി എന്തായാലും ശരിക്കും സർപ്രൈസ്ഡായി. പിന്നെ ഞങ്ങൾ ഇതുപോലെ അടിപൊളി ഡ്രിങ്ക്സും ആപ്പറ്റൈസേഴ്സും ഒക്കെ കഴിക്കാൻ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അവിടെ നിന്നൊരു പൂ കിട്ടി. അപ്പോൾ പൂ ഇങ്ങനെ ഒരു ചെമ്പരത്തി പൂ പോലെ ഇങ്ങനെ ചെവി വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഡാൻസും പാട്ടും ഒക്കെ പാടി ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ വെളിയിൽ വന്നപ്പോഴത്തേക്കിന് അടുത്തൊരു സർപ്രൈസ് ആയിരുന്നു ഫയർ വർക്ക്സ്. പിന്നെ എല്ലാവരും ആൻറ്റിയെ ചേർന്ന് പൊന്നാടയൊക്കെ ഇടിയിപ്പിച്ച് സ്പെഷ്യലാക്കി കൊടുത്തു 60th ബർത്ത്ഡേ പാർട്ടി. അതിൻ്റെ കൂടെ ചെണ്ടയൊക്കെ കൊട്ടി ഇതുപോലെ കേക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി കേക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ ഓർഡർ ചെയ്ത സ്റ്റേക്ക് ആയിരുന്നു. പിന്നെ എൻ്റെ ഫാദർ ഓർഡർ ചെയ്ത സാൽമൺ ആയിരുന്നു. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 3 മണിയായി. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്.